സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നില്ല. റജബ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ്. നമ്മളൊന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ. പഠിച്ചോനെ, ശഅബാനിലും റജബിലും ബർക്കത്ത് ചെയ്യണം, റമളാനിലേക്ക് എത്തിച്ചു തരണം. ഇത് ഹബീബായ മുത്ത് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്. റമളാൻ അടുത്തു വന്നു എന്നതിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയും കൂടിയാണ്. അല്ലാഹു നമ്മെ ആഫിയത്തോടെ, റാഹത്തോടെ, സുഖത്തോടെ പരിശുദ്ധ റമളാനിൽ എത്തിച്ച് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നത്തെ ഖുതുബയിൽ റജബ് മാസത്തെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വിഷയം പറഞ്ഞു തരാം. അതിൻ്റെ മുമ്പ് ഒരുപാട് ആളുകൾ വളരെ പ്രധാനമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നമ്മളൊരു സ്നേഹിതൻ വളരെ പ്രയാസമായി വിദേശത്ത് ഒരു ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ അവരെ കുടുംബം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സുഹൃത്തിനെ, സഹോദരനെ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളെല്ലാം ഉണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു ആ സഹോദരനെ രക്ഷപ്പെടുത്തി എത്രയും പെട്ടെന്ന് റാഹത്താക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. അതുപോലെ 1 വയസ്സുള്ള ഒരു കിടാവ് ക്യാൻസറാണ്. 1 വയസ്സ്. വല്ലാത്തൊരു പ്രയാസമാണ് ആ കുടുംബത്തിന്. ശിഫ കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, ഓപ്പറേഷനിൽ വേണ്ടി കിടക്കുന്നവർ, വളരെ എന്തെല്ലാം പ്രയാസങ്ങൾ ആ ഓരോ രോഗികൾ വന്ന് പറയുമ്പോൾ അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തിലാണ് ആക്കിയത്. അല്ലാഹു നമ്മുടെ ആഫിയത്ത് മരണം വരെ സംരക്ഷിക്കുമാറാവട്ടെ. അവരെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പലരും ഈ സദസ്സിലുണ്ടാവും. അവരെ രോഗികളെ കരുതണം. അല്ലാഹു നമ്മുടെയും അവരെയും രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ 10-ാം തീയതിയാണ് നമ്മൾ ഇന്നാൾ പറഞ്ഞ് മഹാനായ CM ഉസ്താദിന്റെ കൊലയാളികളെ പിടിക്കപ്പെടാത്തൊരവസ്ഥയിൽ സമസ്ത മഠത്തിന് പ്രക്ഷോഭ അല്ലെങ്കിൽ ഒരു സമ്മേളനം. അത് ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ ഞായറാഴ്ച കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് നടക്കുകയാണ്. എല്ലാവരും നമ്മളെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കുകയും അവരുടെ ഘാതകരാരാണോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ അല്ലാഹു ഉണ്ടാക്കി തരും. നിങ്ങൾ നോക്കി, ഇന്നത്തെ ഖുതുബ പരിശുദ്ധമായ റജബ് മാസത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അലാ വ ഇന്ന ശഹറകും ഹാദാ ശഹറുൻ ഹറാം ഫളലതുൽ ജാഹിലിയ്യതു വശറഫഹുൽ ഇസ്ലാം. റജബിനെ എവിടെ പറയുമ്പോഴും ഹബീബായ റസൂലുള്ളാഹി റജബ് മുളർ എന്ന് പറയാറുണ്ടായിരുന്നു. മുളർ എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലുള്ള അല്ലെങ്കിൽ അകാലത്തുള്ള വലിയ ഒരു ഗോത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശത്രുക്കളായ ആ ഗോത്രം പോലും ജാഹിലിയ്യ കാലത്ത് പോലും 4 മാസങ്ങളെ വല്ലാതെ ആദരിക്കുമായിരുന്നു. ഫളലതുൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്ത് പോലും ഈ മാസങ്ങൾക്ക് മഹത്വം കൽപ്പിച്ചിരുന്നു. നമ്മളപ്പോ കൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ ഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അതിൽ 4 യുദ്ധം പോലും നിഷിദ്ധമായ 4 മാസങ്ങൾ. അതിൽ അല്ലാഹു പ്രത്യേകം പറയുന്ന ഒരു വാക്കാണ് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ 4 മാസങ്ങളിൽ പ്രത്യേകമായി നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതിന്റെ മഹത്വമാണ് ഫളലതുൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്ത് പോലും അതിന്റെ മഹത്വം നൽകുകയും വശറഫഹുൽ ഇസ്ലാം, ഇസ്ലാം അതിനെ മഹത്വമായി കൽപ്പിക്കുകയും അതിനെ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഫറജബുൻ അവ്വലു ശുഹൂരിൽ ബറക ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റസൂലുള്ളാഹിന്റെ ദുആ. അതുകൊണ്ട് ബറക്കത്താക്കപ്പെട്ട അടുത്തടുത്ത 2-3 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് റജബ് മാസം. വഹുവ ശഹറുല്ലാഹിൽ അസബ്ബു തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായ വതുളാഅഫു
وتضاعف فيه الحسنات لمن أقلع عن الخطايا وتمحى فيه السيئات لمن صدف عن الخزايا. എന്തൊക്കെ? ഒന്ന്, അല്ലാഹുവിന്റെ മാസം തുസബ്ബു ഫീഹിൽ ബറകാത്തു അലൽ ബറായ, അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ മേൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മേൽ ബർക്കത്തിനെ ചൊരിക്കപ്പെടുന്ന മാസം, അല്ലാത്തൊരു മാസം. പിന്നെയോ വതുളാഅഫു ഫീഹിൽ ഹസനാത്തു ലിമൻ അഖല അനിൽ ഖതായ, ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഒഴിവായി തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മഹത്തായ ഒരുപാട് ഇരട്ടിയായി അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ്. ചെയ്തു പോയ തെറ്റുകളെ തൊട്ട് തൗബ ചെയ്യുന്ന ആരുടെയും തൗബ സ്വീകരിക്കപ്പെട്ട് മനുഷ്യന്റെ സയ്യിആത്തുകളെ മയക്കപ്പെടുന്ന മാസമാണ്. നമ്മളൊക്കെ ഒരുങ്ങാൻ വേണ്ടി കൽപ്പനയുള്ള ചില വാക്കുകളാണ്, ആ നിർദ്ദേശങ്ങളാണ്. ഒന്ന്, ഒരുങ്ങുക, ഹജ്ജിനൊക്കെ പോവാൻ, ഉംറക്ക് പോവാൻ, അതിനൊക്കെ ചെല്ലുമ്പോഴേ എല്ലാവരോടും പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് യാത്രക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം പോലെ പരിശുദ്ധ റമളാനിലേക്ക് വരിക. റമളാനൊക്കെ കഴിയുമ്പോൾ തഖ്വ മുഴുവനും നേടിയെടുത്ത് സ്വർഗത്തിന്റെ അവകാശിയായി കിട്ടാൻ ആ 2 മാസം മുമ്പ് തന്നെ ഹബീബായ മുത്ത് നബി ആ റമളാനിലേക്ക് എത്തിക്കാനുള്ളതുമാണ്. ഇനി 2 മാസം കൂടി ഉള്ളു റബ്ബേ. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ റമളാനിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുക. എന്തായാലും അർത്ഥം അത്രയും മഹത്തായ മാസമാണ് റമളാൻ. അതിന് 2 മാസം മുമ്പ് നമ്മൾ വളരെ മഹത്തായ ഒരു മാസം. മാസത്തിന്റെ മഹത്വം പറയുമ്പോഴേ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ റജബ് മാസത്തിന്റെ, ശഅബാൻ മാസത്തിന്റെ, റമളാൻ മാസത്തിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോഴേ മഹാന്മാര് പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്ത, മഹാന്മാര് പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ അതിനൊക്കെ വിമർശിക്കപ്പെടുന്ന, ഇപ്പൊ അടുത്ത് തന്നെ നമ്മുടെ നാടിന്റെ അടുത്തൊരു പ്രസംഗം നടന്നു കേട്ടു, ഞാൻ കുറച്ചൊക്കെ കേട്ടു. അതിന് കള്ളുകുടിനെ പറ്റിയും വ്യഭിചാരത്തിനെ പറ്റിയും ഒന്നല്ല. മാലിക് ദിനാറിൽ വന്ന് ദുആ ചെയ്താൽ ഇസ്ലാമിന് പുറത്തായി പോയി, തവസ്സുലാക്കി ദുആ ചെയ്താൽ മുശ്രിക്കായി പോവുക, ഇസ്തിഗാസ ചെയ്താൽ മുശ്രിക്കായി പോവുക, അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതിയാൽ ഇർതഖബതു അലൽ ഖത്താ ചൊല്ലിയാൽ മുശ്രിക്കായി പോവുക. ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സർവ്വ മനുഷ്യരെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി അങ്ങോട്ട് പോയതാണ്. നമ്മളൊക്കെ കാത്തുരക്ഷിക്കണം. ഞാൻ ആലോചിക്കുന്നുണ്ടെന്നോ, ഇതൊക്കെ ഒരു നല്ല ആദർശമുള്ള ഒരു പ്രസംഗമാണെങ്കിൽ എന്തെല്ലാം ചെയ്യാനുണ്ട്? ഇതൊക്കെ ആത്മാർത്ഥമായി നിങ്ങൾ ആലോചിച്ച്, ഒരു മയ്യത്ത് ഇവിടെ അടുത്തൊരു മനുഷ്യൻ മരണപ്പെട്ടപ്പോഴേ ആ മയ്യത്തിനെ കൊണ്ടുവരുന്നത് ആംബുലൻസിലാണ്. അപ്പൊ ചോദിച്ചു, എന്താ ആംബുലൻസ് കൊണ്ടുവരുന്നത്? അപ്പൊ എന്താ പറഞ്ഞതെന്നറിയോ? കൂടെയുള്ള ഒരു ദിക്ർ ചെല്ലിക്കാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര വലിയ ആദർശമാണ്. മയ്യത്തിന്റെ കൂടെ വരുന്നവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കാതെ, അപ്പൊ പിന്നെ കൂടെ വരാൻ സന്ദർഭമില്ലാണ്ടിരിക്കുക. ഭയങ്കര ആദർശല്ലേ? ആ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടോ നമ്മൾ നോക്കി, ആ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്തിന് വരുന്ന ആളാണ്, തപസ്സലാക്കി ദ്വാർന്ന് ആമീൻ പറയുന്ന ആളാണ്, ഇവിടുത്തെ മജ്‌ലിസുന്നൂറിന് കൂടുന്ന ആളാണ്, ഇവിടുത്തെ മൗലിദിനും റാത്തീബിനും സജീവമായി കൂടുന്ന ആളാണ്. അല്ലേ? മക്കളെ പിന്നെ വിശ്വാസപ്രകാരം ആ മനുഷ്യൻ മുശ്രിക്ക്. മുശ്രിക്കിന്റെ മയ്യത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ആടെ മകൻ എന്നെ ധിക്കരിക്കുകയുമാണ്. അതെന്താ ആദർശമാണ് മനസ്സിലാകുന്നില്ല. അത് എന്താ ആദർശാന്ന് മനസ്സിലാകുന്നില്ല. ബാപ്പ ജീവിച്ചത് മുഴുവനും മുശ്രിക്കായിട്ട്, മരിച്ചപ്പോൾ പള്ളിയിൽ ഉസ്താദ് പോലും പറ്റില്ല, ഈ മകൻ എന്നെ നിസ്കരിക്കണം. ഇതെന്താ ആദർശിക്കല്ലോ? ഞാൻ പറയുന്ന സാമ്പത്തിക താല്പര്യമാണ്. അത് എന്തേ ഈ ബാപ്പ മുശ്രിക്കാണെന്ന് പറഞ്ഞ് ഇരുന്നും കൂടി മാറി നിന്നാൽ അടുത്ത ഒരു നിയമമുണ്ട് ഇസ്ലാമിന്റെ സ്വഹീഹായ ഹദീസ്, ലാ യൽഖുൽ മുസ്ലിമുൽ കാഫിറ, മുസ്ലിമായ മനുഷ്യൻ കാഫിറിന്റെ അനന്തരം എടുക്കൂല. അപ്പൊ ബാപ്പ മുശ്രിക്കാണെങ്കിൽ ഈ മോനെ അനന്തരം കിട്ടൂല. അത് കിട്ടണ്ട പിന്നെ എന്ത് ചെയ്യണം? മയ്യത്ത് കേൾക്കണം.
അപ്പൊ എന്തായി? ഈ നിലയ്ക്ക് ആദർശം ഒന്നുമില്ല, തൗഹീദ് എന്ന് പ്രസംഗിച്ചിട്ട് നാട്ടിലുള്ളവരെ മുഴുവനും മുശ്രിക്കാക്കിയിട്ട് പോണേ. അതൊക്കെ ശരിയായ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ വിശ്വാസങ്ങളോ എന്തോ ആവശ്യത്തിന് ആരുടെയോ പ്രേരണ അല്ലെങ്കിൽ എവിടുന്നോ ഫണ്ട് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തി തെളിയിക്കാനുള്ള പരിപാടിയാവാനാ സാധ്യത. നമ്മളാരും പെട്ടുപോകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. നമുക്കവിടെ മഹാനായ സയ്യിദുനാ മാലിക്കുദ്ദീൻ അവരെ കൊണ്ടുവന്ന അവരിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ കാലത്ത് തുടങ്ങിയ പള്ളിയാണ് ഈ പള്ളി. ഹിജ്റ 22 നിർമ്മിച്ച പള്ളി ഇന്നിവിടെ എഴുതി വെക്കപ്പെട്ടപ്പോഴേ ഈ പള്ളിയിൽ ഇന്ന് വരെ നമ്മൾ ഓതിയതുപോലെ ഹുതുബയോതി ജമാ നടന്നതുപോലെ അല്ലാത്ത ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ നടന്നിട്ടില്ല. സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ ഒരു ജുമഅക്കോ ഒരു ജമാഅത്തിനോ ഒരു പെണ്ണ് വന്നിട്ടില്ല. അതെന്നാണ് അവരെ കൊണ്ടുവന്ന ദീൻ. ആ ദീൻ മുറുകെ പിടിച്ച് നടന്നാൽ അവരെ കൂടെ സ്വർഗത്തിലെത്തും. അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. അള്ളാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് റജബ് മാസമാണ്. എല്ലാവരും ഉള്ളൊരുങ്ങുക. വളരെ മാനിക്കപ്പെടേണ്ട മാസം, സ്നേഹിക്കപ്പെട്ട അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അത് തഖ്വയുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തഖ്വയേറ്റി തരട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അവന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കി ആ ജോലി തിരിച്ചു നൽകാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഗൾഫിലെത്തിയിട്ട് ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന അല്ലാഹു നമ്മുടെ ഖൈറായ ഹലാലായ സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നമ്മിലുള്ള രോഗികൾ, നമ്മുടെ രോഗികൾ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, പ്രത്യേകിച്ച് ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അവരെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. വിദേശത്തുള്ള സഹോദരന്മാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിയമ പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന പ്രത്യേകിച്ച് ആ നമ്മുടെ സഹോദരനെ അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തി കൊടുക്കുമാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും